ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ആക്ച്വലി എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇതിന് മുമ്പിട്ട് എനിക്ക് ഒരു ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷൻ വ്ളോഗ് അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗ് സംതിങ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് 13th അങ്ങോട്ട് 14th അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തതായിരുന്നു ആക്ച്വലി. പക്ഷേ എനിക്കന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇപ്പോൾ എക്സാം കഴിഞ്ഞു ഓൾറെഡി. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ പ്രിപ്പറേഷനാണ്. ബട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഫസ്റ്റ് ബോർഡ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര നെർവസ്നെസ്സും ഭയങ്കര പേടിയുണ്ടെന്ന് വെച്ചാൽ പേടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് കേട്ടത് മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അവർ പറയുമ്പോൾ തന്നെ കുറച്ച് ഭയാനകരമായിട്ടാണ് പറയുന്നത്. അവിടെ ചെല്ലുമ്പം അവരിങ്ങനെ ചോദിക്കും അഡ്മിറ്റ് കാർഡ് ഇല്ലെങ്കിൽ വെളിയിൽ നിർത്തും, സംതിങ് അങ്ങനെ നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന പോലെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവിടെ എല്ലാം പഠിച്ചെന്ന് വെച്ചാൽ പഠിച്ചില്ലയെന്ന് വെച്ചാൽ പഠിച്ചില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. റിസൾട്ട് വരുമ്പം ഞാൻ മേ ബി പറയുന്നതായിരിക്കും. ആൻഡ് അപ്പം നമുക്കറിയാമല്ലോ എന്താണ് എൻ്റെ പെർഫോമൻസ്. ആൻഡ് അപ്പോൾ ഞാൻ എല്ലാം കുറച്ചൊക്കെ പഠിച്ചിട്ട് ഞാൻ ഇറങ്ങി. ആൻഡ് ഇറങ്ങിയപ്പം ഞാൻ ഓട്ടോയിൽ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ പഠിച്ചു. ആൻഡ് നമ്മുടെ സെൻറ്റർ വന്നിട്ട് കുറച്ച് ദൂരെയായിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ ഓട്ടോയിൽ പോയി. ആൻഡ് ആഫ്റ്റർ അങ്ങനെയൊക്കെ ഞങ്ങൾ ആക്ച്വലി 8:30 അവിടെ എത്തി. ആൻഡ് അവിടെ കയറ്റി തുടങ്ങുന്നത് 9 മണിക്ക് തൊട്ടായിരുന്നു. ആൻഡ് 9 മണിക്ക് കയറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു, ഒരു 10 മണി വരെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് 10 മണിക്ക് വീണ്ടും തന്നെ ഞങ്ങളെ എക്സാം ഹാളിൽ കയറ്റി. അപ്പം അങ്ങനെയായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് അവർ നമ്മൾക്ക് മോട്ടിവേഷൻസോ അങ്ങനെയൊന്നും തരുന്നില്ല. ജസ്റ്റ് അവിടെ ഇരിക്കുന്നു, സ്കൂളിൽ ഇരിക്കുന്നു ആൻഡ് എക്സാം ഹാളിൽ പോകുന്നു. ആൻഡ് എക്സാം ഹാളിൽ എത്തിക്കഴിയുമ്പം അവർ ഫസ്റ്റ് അഡ്മിറ്റ് കാർഡ് അതെല്ലാം ഉണ്ടാവും ചെക്ക് ചെയ്തു, ID കാർഡെല്ലാം ചെക്ക് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തന്നു. ഫസ്റ്റ് OMR ഷീറ്റ് ചെയ്യിപ്പിച്ചു. ആക്ച്വലി എനിക്കത് അത്രയ്ക്ക് പാടായിട്ട് തോന്നില്ല. ഫസ്റ്റായിട്ട് OMR ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നി, ഇതങ്ങനെ തെറ്റിപ്പോയാൽ നമ്മൾ എന്തോ ചെയ്യും. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേജോ കാർഡിൻ്റെ ഏതൊരു സാമ്പിൾ പേപ്പറിൻ്റെ അകത്ത് ആ ഒരു OMR ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര സീൻ വന്നിട്ടില്ലായിരുന്നു ആ ഒരു OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിന്. ആൻഡ് അത് ഞാൻ 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഫില്ല് ചെയ്യാൻ. ആക്ച്വലി ഞാനൊരു 10 to 15 മിനിറ്റ്സ് ഒക്കെ എടുത്തു വന്നാലും ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് എക്സാം ആൻഡ് റോൾ നമ്പറൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ഗോണ ടു ബി ഒരു 10th റിസൾട്ടോ അതൊക്കെയാണ് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് ഫില്ല് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് റീഡിങ് ടൈം ഉണ്ടായിരുന്നു. റീഡിങ് ടൈമിൽ ഞാൻ എളുപ്പം ചുമ്മാ റീഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വാസ് വെരി ഈസി ബ്രോ. നിങ്ങൾക്ക് ഏത് സെറ്റാണ് ഇംഗ്ലീഷിൽ നിന്ന് കിട്ടിയെന്ന് പറയണം. ബിക്കോസ് ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും വരുന്നതെന്ന്. ബിക്കോസ് ഞാൻ സാമ്പിൾ പേപ്പർ നോക്കിയപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും വെക്കാബുലറീസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ബിക്കോസ് അത്രയ്ക്കും ഹാർഡ് ക്വസ്റ്റ്യൻസാണ് വരുന്നത് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈസി ക്വസ്റ്റ്യൻസ് അഥവാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും മിക്സ്ഡ് ആയിട്ട് വന്നു. അങ്ങനെ എങ്ങനെ വരുന്ന കാര്യമില്ല. ബട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി. ആൻഡ് പാസേജും നല്ല ക്ലിയർ ആയിരുന്നു. ബിക്കോസ് അങ്ങനെ ട്രിക്കി പാസേജൊന്നും അല്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഈസി, നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. ആൻഡ് അപ്പം പാസേജ് കഴിഞ്ഞ് പിന്നെ ഗ്രാമറിൽ ഞാൻ പിന്നെ വന്നിട്ട് എൻ്റെ പേപ്പർ നോക്കിയിട്ടില്ല. ബിക്കോസ് എനിക്ക് ഇനി ഇപ്പം നമ്മൾ എന്തായാലും എക്സാം കഴിഞ്ഞു, ഇനി നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ റൈറ്റ്. ഇനി നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ തെറ്റാണെങ്കിൽ നമുക്ക് ആ ഒരു വിഷമം അത് മേ ബി നെക്സ്റ്റ് എക്സാമിന് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ആൻഡ് എൻ്റെ പേപ്പർ ഏതാണെന്ന് പോലും എനിക്കറിയില്ല. ഐ തിങ്ക് ബാങ്കിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. കൺഗ്രാറ്റ്സ് ദേവപ്രിയ ഫോർ ഹിറ്റിംഗ് 1K. ആൻഡ് അവൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് അവൾക്ക് കിട്ടി. ഇനി അവൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരട്ടെ, അവൾക്ക് നല്ല കണ്ടൻറ്റ് ഇടട്ടെ. അപ്പം അതൊക്കെയുള്ളൂ. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാമൊക്കെ കഴിഞ്ഞു.
ആൻഡ് എക്സാമിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരായിരുന്നു. ഞാൻ ഇങ്ങനെ എനിക്കിപ്പോൾ പറയുമ്പോൾ ചിരിയായിരുന്നു, ബിക്കോസ് ഒരു കോമഡി ആയിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും എന്താ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ സാർ 2-3 വട്ടം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്, ബിക്കോസ് ഞാൻ ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരുന്നത്. എൻ്റെ റൂമിൽ ഞങ്ങൾ 4 കെവിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ 17th റൂമിൽ, അവർ 18, 19, 3 പേരും 3 റൂമിലായിപ്പോയി. ആൻഡ് എൻ്റെ റൂമിൽ ഞാൻ ലാസ്റ്റ് ബെഞ്ചിലായതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്കും കുഴപ്പമില്ലായിരുന്നു, ബിക്കോസ് വേറെ സ്കൂളുകാരായിരുന്നു ഏറ്റവും കുറേ ഉണ്ടായിരുന്നത്. അപ്പം സാറിൻ്റെ അടുത്തൊക്കെ കുറേ കോമഡി, അതൊക്കെ കാരണം എനിക്കെൻ്റെ പേടിയെല്ലാം പോയി. ആൻഡ് നമ്മളെങ്ങനെ ഇപ്പം നമ്മൾ സ്കൂളിൽ പോയിട്ട് എങ്ങനെ എഴുതുന്നത് അതുപോലെ തന്നെ സെയിം ലൈക്ക് നിങ്ങളെന്താ ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങളിപ്പം എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് ഇപ്പം കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരടുത്ത് വരാനുള്ളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണ് എല്ലാ എക്സാമിനും എഴുതാൻ പോകുന്നത് അതുപോലെ തന്നെ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു സെൻറ്ററിൽ പോവുക, എക്സാം ഹോളിൽ കയറുക, സെയിം ടൈമിങ് തരും, ആൻഡ് അത് എഴുതി കഴിഞ്ഞിട്ട് വരിക. ലൈക്ക് പ്രോപ്പർ ലൈക്ക് അങ്ങനെ തന്നെയാണ്. ആൻഡ് പേടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് 10th ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സീരിയസ്നെസ് വേണം. ആൻഡ് ഞാനാണെങ്കിൽ ഫസ്റ്റ് ബോർഡ് എക്സാം, ഫസ്റ്റ് 10th ഭയങ്കര അങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്. പഠിക്കും, ബിക്കോസ് പഠിക്കണമല്ലോ, അതുകൊണ്ട് പഠിക്കും. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് എക്സാം അടുക്കാറായപ്പോഴത്തേക്കും ടെൻഷനും സീരിയസ്നെസ്സും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫെബ്രുവരി 12th 13th വരെ ഞാൻ കൂളായിരുന്നു. കൂളെന്ന് പറഞ്ഞാൽ അത്ര കൂളൊന്നും അല്ല, ജസ്റ്റ് ഓക്കെ. എക്സാം 15th പഠിക്കുന്നുണ്ട് അങ്ങനെ. ആൻഡ് 14th ആയപ്പോഴത്തേക്ക് എൻ്റെ ഇത് പോയി, ലൈക്ക് എൻ്റെ റിലേ ഒക്കെ എവിടേക്കോ പോയി. ബിക്കോസ് എനിക്ക് ഇത്രയും പഠിക്കണം ആൻഡ് എല്ലാം ചെയ്യണം, നാളെ പോകണം, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആൻഡ് ഞാനാണെങ്കിൽ കുറച്ചൊക്കെ പഠിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ബോർഡ് എക്സ്പീരിയൻസ്. ആൻഡ് ഞാൻ പറയാനുള്ളത് ലൈക്ക് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് നിങ്ങൾ കയറുമ്പോൾ ഡിസ്കസ് ചെയ്യരുത്, ഇറങ്ങുമ്പോഴും ഡിസ്കസ് ചെയ്യരുത്. മീൻസ് കയറുമ്പോൾ നിങ്ങൾ പഠിച്ചതായിരിക്കില്ല അവർ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ പഠിക്കുന്നത് ലൈക്ക് കൺഫ്യൂഷനായി അവസാനം നിങ്ങൾ പഠിച്ചതും കൂടെ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കയറുമ്പോഴും ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യാതിരിക്കരുത്, ഇറങ്ങുമ്പോഴും ഡിസ്കസ് ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫീലാകും. ബിക്കോസ് നിങ്ങൾക്ക് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല. ഫസ്റ്റ് കയറിയപ്പോഴും ഞാനൊന്നും പറയില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് വെക്കാബുലറീസ് ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ലൈക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നല്ല വെക്കാബുലറി യൂസ് ചെയ്തിട്ട് ലൈക്ക് എക്സാമിനൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ജസ്റ്റ് ചോദിച്ചായിരുന്നു. ലൈക്ക് എനിക്കറിയാമായിരുന്നു ഓൾറെഡി, ബട്ട് എന്നാലും ഞാൻ ചോദിച്ചു. അതൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ഫസ്റ്റ് ബോർഡ് എക്സ്പീരിയൻസ്. ആൻഡ് ഇപ്പോൾ എനിക്ക് പേടി അത്രയൊന്നും ഇല്ല, ബിക്കോസ് ഇങ്ങനെ തന്നെയാണല്ലോ ഇനി അടുത്ത എക്സാംസ് വരുന്നത്. പക്ഷേ നെക്സ്റ്റ് സയൻസ് എക്സാം ഐ വോണ്ട് ടു പ്രിപ്പയർ എ ലോട്ട്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ആൻഡ് സോറി ഫോർ ഗൈസ്, ഞാൻ ലേറ്റിന് കുറേ ഗ്യാപ്പ് ഇട്ടെന്ന് തോന്നുന്നു, ഇപ്പം അറിയില്ല. ബട്ട് ഇവന്തോ ഞാൻ എന്തായാലും എൻ്റെ സയൻസിൻ്റെ പ്രിപ്പറേഷൻ വ്ലോഗ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഫസ്റ്റ് എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.